ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ തയ്യാറാക്കിയ ഒരു ബീഫ് ഫ്രൈ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി 4-5 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 10-15 ചെറിയുള്ളി രണ്ടായിട്ട് മുറിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, കുരുമുളക് പൊടിച്ചത്, ഇത്രയും മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് തയ്യാറാക്കാനുള്ള ബീഫ് റെഡിയാക്കാം. അതിനുവേണ്ടി ബീഫ് ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലിട്ട് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം. ഇതിനകത്ത് നെയ്യ് ഉണ്ടായിരുന്നേ, ഈ കാണുന്നത് അതിൻ്റെ നെയ്യാണ്, പക്ഷെ ഞങ്ങളത് ഉപയോഗിച്ചില്ല. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ കഴുകിയെടുക്കാം. ഈ കഷ്ണങ്ങൾ മുറിച്ച് മാറ്റി വെച്ചതിന് ശേഷം അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് വഴറ്റാനുള്ള സവാള ഇട്ട് കൊടുക്കാം. നന്നായി ചൂടായ എണ്ണയിലോട്ട് കടുക് വറുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി മൂത്തതിന് ശേഷം നമുക്ക് വഴറ്റാനുള്ള സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി മൂക്കാൻ കൊണ്ട് നന്നായി അടുക്കി പിടിക്കാൻ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞ സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് ചെറു തീയിൽ വഴറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് സവാള പെട്ടെന്ന് വാങ്ങും. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ ചെറു തീയിൽ അടച്ചു വെച്ച് നമുക്ക് കുറച്ച് നേരം വേവിക്കാം. കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അടപ്പ് തുറന്ന് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ സവാള വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയുള്ളിയും തക്കാളിയും കൂടെ ചേർത്ത് നമുക്ക് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ചെറിയുള്ളി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറു തീയിലാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. വീണ്ടും നന്നായി എല്ലാം ഇളക്കി ചേർത്തതിന് ശേഷം അടപ്പ് കൊണ്ട് അടച്ച് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കാനുള്ള ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിനുള്ള മസാലകളായ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ജീരകം എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. കൈകൊണ്ട് നന്നായി ബീഫിൽ ഈ മസാല മിക്സ് ചെയ്ത് ചേർക്കുക. അതിനുശേഷം കുക്കറിൽ ഒരു 5-6 വിസിൽ അതിനുശേഷം മൂടി തുറന്ന് നേരത്തെ വഴറ്റി വെച്ചിരുന്ന സവാളയിലോട്ട് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഡ്രൈ ആവേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് തേങ്ങാക്കൊത്ത് മൂപ്പിച്ച് ചേർക്കുക, കറിവേപ്പില ചേർക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ ബീഫ് തയ്യാറായിട്ടുണ്ട്. ഇനിയും ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല സ്വാദോടെ കഴിക്കാം.